ഭീമ കൊറേഗ കേസിൽ ഡൽഹി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഹാനി ബാബുവിന് ജാമ്യം. ബോംബെ ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാതി അടിസ്ഥാനമാക്കിയുള്ള അക്രമത്തിന് പ്രേരിപ്പിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു 2020 ജൂലൈയിൽ ഹാനി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, 5 വർഷത്തിലധികമായി ജയിലിലാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. വിവരം. തന്നെ അല്പസമയം മുമ്പാണ് ബോംബെ ഹൈക്കോടതി ഹാനി ബാബുവിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. UAPA നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ഹാനി ബാബുവിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി ചുമത്തിയിരുന്നു. ഈ കേസിലാണ് കഴിഞ്ഞ 5 വർഷമായി ജയിലിലായിരുന്നു ഹാനി ബാബു. 2020 ജൂലൈ 28-നാണ് NIA ഹാനി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് വലിയ നിയമപോരാട്ടം ഹാനി ബാബുവിന്റെ ജാമ്യത്തിനായിട്ട് നടത്തിയിരുന്നു. എന്നാൽ ആ സമയങ്ങളിലൊക്കെ ഹാനി ബാബുവിന്റെ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. 2027 ഡിസംബർ 31-ന് മഹാരാഷ്ട്രയിലെ ഭീമ കൊറേഗാവിലും അയൽ ഗ്രാമങ്ങളിലും നടത്തിയ പ്രസംഗങ്ങളിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിച്ചുവെന്നായിരുന്നു NIAയുടെ ആരോപണം. ഇതിനെ തുടർന്നായിരുന്നു കേസെടുക്കുകയും പിന്നീട് ജയിലിലടക്കുകയും എല്ലാം ചെയ്തത്. അതോടൊപ്പം തന്നെ നിരോധിത മാവോയിസ്റ്റ് സംഘടനകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി NIAയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ഹാനി ബാബുവിന് കൂടി ഇപ്പോൾ ജാമ്യം. ഹാനി ബാബുവിന്റെ ഭാര്യ ജെന്നി റൊബൈന ചേരുന്നുണ്ട്. ശ്രീമതി ജെന്നി, ജാമ്യം ലഭിച്ചിരിക്കുന്നു. 5 വർഷമായിട്ടുള്ള നിയമ പോരാട്ടമാണ് ഇപ്പോൾ ജാമ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? വളരെ സന്തോഷം. ഇത്രയും കാലം കഴിഞ്ഞു, 5.5 കൊല്ലം ആകാറായി. എന്നിട്ട് ബെയില് കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഈ 5.5 കൊല്ലം ഒരാൾ അണ്ടർ ട്രയൽ ആയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു നാട്ടിലാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്നതിൽ ഭയങ്കര ദുഃഖമുണ്ട്. അതാണ്, വിചാരണ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇത് എന്തിനുള്ളതായിരുന്നു? ഇപ്പോൾ OBC സംവരണം ഏർപ്പെടുത്തുന്നതിലുള്ള അതിൽ ആർക്കാണ് എതിർപ്പ്, എന്തുകൊണ്ട് അതിപ്പോഴും എതിർക്കപ്പെടുന്നു എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ് ഈ ജാമ്യം ലഭിക്കുമ്പോഴും. അതാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവിടെ മാർജിനലൈസ് സ്റ്റുഡൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇത്രയും കാലം ഒരു കൂസലില്ലാണ്ട് ജയിലിൽ ഇടാൻ പറ്റുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും ദേഷ്യം ഉണ്ട്, ഞങ്ങൾക്ക് സങ്കടമുണ്ട്. മനസ്സിലാക്കുന്നു. നന്ദി ശ്രീമതി ജെന്നി റൊബൈന പ്രതികരിച്ചതിന്. ഹാനി ബാബുവിന്റെ ഭാര്യയാണ് സംസാരിച്ചത്. തൗഫീഖ് വീണ്ടും ചേരുന്നുണ്ട്. തൗഫീഖ്, ഇനിയുള്ള നടപടികൾ എന്താണ് കേസുമായി ബന്ധപ്പെട്ട്? അതന്നെയായി ഉത്തരവിന്റെ പൂർണ്ണ വിവരങ്ങൾ ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ നിയമപോരാട്ടം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹാനി ബാബു ജയിൽ മോചിതനാകുന്നത്. 5 വർഷമാണ് അദ്ദേഹം ഈ ജയിലിൽ കഴിഞ്ഞത്. 2017 ഡിസംബർ 31-നാണ് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് NIA ആരോപിക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള കേസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. നിരവധി വകുപ്പുകൾ ചുമത്തി ഉൾപ്പെടെ കേസെടുത്തു. ഈ നിരോധിത മാവോയിസ്റ്റ് സംഘടനകളുമായി ൊക്കെ ബന്ധമുണ്ടെന്ന് എന്നുള്ളതായിരുന്നു NIAയുടെ ഒരു പ്രധാന ആരോപണം. ഈ ആരോപണം എല്ലാം ആ സമയത്ത് തന്നെ ഹാനി ബാബു നിഷേധിക്കുകയും ചെയ്തിരുന്നു. നവി മുംബൈയിലെ തലോജ സെൻട്രൽ ജയിലിലാണ് ഇപ്പോഴുള്ളത്. 2021-ൽ കണ്ണിൽ കടുത്ത അർബുദബാധയും തുടർന്ന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കെല്ലാം കാര്യങ്ങൾ പോയിരുന്നു. ഇതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ വേണമെന്നെല്ലാം കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് വൈദ്യ ചികിത്സ ഉൾപ്പെടെ നിഷേധിച്ചു എന്നുള്ളൊരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ലെന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഒരു കുറ്റം പോലും താൻ ചെയ്തിട്ടില്ല, താൻ നിരപരാധിയാണെന്ന് പലതവണ ഹാനി ബാബു കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം NIA ജാമ്യം നൽകരുത് എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു. ഇതിനെ തുടർന്ന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പിന്നീട് ചില ആളുകൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ്